ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് മോണിറ്റൈസ് ആവാനോ ടൈമായിട്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞു. അതെങ്ങനെ കുറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല. വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നോക്കുമ്പോൾ സബ്സ്ക്രൈബർ എനിക്ക് 6500 സംതിങ് ഉണ്ട്. അവിടെ വാച്ച് ടൈം നോക്കിയപ്പോൾ 11,000 സംതിങ് ഉണ്ട്. പക്ഷേ ഞാൻ മോണിറ്റൈസിലോട്ട് വന്ന് നോക്കിയപ്പോൾ ആ ഒരു വൈറ്റി സ്റ്റുഡിയോയിൽ മോണിറ്റൈസ് പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞു പോയി. അതെങ്ങനെ കുറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് കുറഞ്ഞെന്നിങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയത്തില്ല. ഞാൻ കൂടുതലും ഇടുന്നത് എന്ന് വെച്ചാൽ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ടാണ് ഇടുന്നത് കൂടുതലും. എനിക്ക് വ്ളോഗ്സ് ഞാൻ ഇടും, വല്ലപ്പോഴും ഇടത്തുള്ളൂ. എൻ്റെ വ്ളോഗ്സിന് വ്യൂവേഴ്സ് കുറവാണ്. കൂടിപ്പോയൊരു 100-200 പേരിനകത്തേ എനിക്ക് ഇതുവരെ വ്ളോഗ്സ് വ്യൂവേഴ്സ് വന്നിട്ടുള്ളൂ. പക്ഷേ ഷോർട്ട് എനിക്ക് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് ഷോർട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇടുന്നത് ഞാൻ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണോ എൻ്റെ പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞു പോയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരുപാട്, എനിക്ക് കൂടിപ്പോൾ ഒരു 10-10-10-നകത്തെങ്ങാണ്ട വ്ളോഗ്സേ ഉള്ളൂ. അത് ഒരുപാട് ടൈം വ്ളോഗ്സൊന്നും ഇല്ല. ഒരു 10-16 മിനിറ്റൊക്കെ ഉള്ള വ്ളോഗ്സാണ് ഞാൻ കൂടുതലും ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസ് ഓൺ ആവാനായിട്ട് ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ പബ്ലിക് ആ വാച്ച് ടൈം അങ്ങ് തീരെ അങ്ങ് കുറഞ്ഞു. എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബറും വാച്ച് ടൈമും ഒക്കെ 4000 ആയി, സബ്സ്ക്രൈബറൊക്കെ 1000 പുറത്തായി, മോണിറ്റൈസൊക്കെ ഓൺ ആവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരുന്നപ്പോഴാണ് നമ്മളെ പബ്ലിക് വാച്ച് ടൈം കയറി എനിക്കൊരു പണി തന്നത്. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഷോർട്സ് കുറച്ച് വ്യൂവേഴ്സ് ഡിമ്മായിട്ട് വന്നു. സബ്സ്ക്രൈബർ എനിക്ക് കൂടിപ്പോയാൽ എനിക്ക് ഒരു ദിവസം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോസ് കുറച്ച്. അപ്പോൾ ഒരു ദിവസം എനിക്ക് 100 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് കൂടിപ്പോയ ഒരു 20 അല്ലെങ്കിൽ 30-നകത്തൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാം നല്ല രീതിയിൽ ഡിമ്മായി പോയിട്ടുണ്ട്. അതെന്താ യൂട്യൂബ് അപ്ഡേഷൻ വല്ലതും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കര ആ മോണിറ്റൈസിങ്ങിന് ഓൺ ആവാനായിട്ട് നിന്ന ടൈമിലാണിത് സംഭവിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ മോണിറ്റൈസ് ഓൺ ആവുമല്ലോ, നമുക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ഈ സത്യം പറഞ്ഞ പബ്ലിക് വാച്ച് ടൈം ഇത് കുറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചി എനിക്കറിയത്തില്ല, അത് കുറഞ്ഞു പോയപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ എന്തും വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനലിൻ്റെ പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിലാണ് എനിക്ക് വിഷമം. പക്ഷേ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റി സ്റ്റുഡിയോ കയറി ഇങ്ങനെ നോക്കും വീഡിയോസ് ഇടുമ്പോൾ എന്തോ ആയി. ഇന്ന് തന്നെ രാവിലെ ഞാൻ ഇന്നത്തെ ദിവസം ഞാനൊരു 3-4 ഷോട്ട് ഇട്ട്. പക്ഷെ ആ ഷോട്ടൊന്നും എനിക്ക് കയറുന്നില്ല. 500 പുറത്തോട്ട് എനിക്ക് വ്യൂവേഴ്സ് പോകാൻ തന്നെ പാട്. മറ്റേ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കൊക്കെ ഒരു 1K അടുപ്പിച്ച് ഇങ്ങനെ വ്യൂവേഴ്സ് കയറുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ അങ്ങ് ഡിമ്മായിപ്പോയി. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഒരുപാട് യൂട്യൂബിനെ കുറിച്ച് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ പബ്ലിക് വാച്ച് ടൈം ഒരുപാട് പേർക്ക് കുറഞ്ഞു പോയി, ചിലവരൊക്കെ വീഡിയോസ് ഇടുക ഇപ്പോൾ മടിപ്പായിട്ടിരിക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ വീഡിയോസ് ഇടും കേട്ടോ. ഞാൻ ഇനി എന്ത് പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞാണെങ്കിലും ഞാൻ വീഡിയോസ് ഇടും. എനിക്ക് അച്ചീവ് ചെയ്യണം, എനിക്ക് മോണിറ്റൈസ് ഓൺ ആവണം എന്നുള്ളൊരു വല്ലാത്തൊരു ഇതിലിരിക്കുക. പക്ഷെ ഞാൻ അത് പ്രയത്നിക്കും, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും. ഇത് പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യരുത്, വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത്, എല്ലാവരും ചെയ്യുക. അടുത്ത അപ്ഡേഷൻ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പം പെട്ടെന്ന് അടിച്ച് കയറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോസ് ഇടാതെ മടിപ്പായിട്ടിരിക്കരുത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതിപ്പോൾ ഈ ഒരു കാരണം പറയുന്നുണ്ട്, പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട. നമ്മൾ പിന്നെയും പ്രയത്നിക്കുക.
അത് സക്സസ് ആവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗൈസ്. ആരും പ്രതീക്ഷ കൈവിടരുത്. എല്ലാവരും പിന്നെയും വീഡിയോസ് ചെയ്യുക. മടുപ്പ് വേണ്ട. ഞാൻ എന്നെ തന്നെ പറഞ്ഞിങ്ങനെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരുവാണ്. അതുകൊണ്ട് നമുക്ക് പബ്ലിക് വാച്ച് ടൈം പോയെന്നും പറഞ്ഞ് നമ്മൾക്ക് അത് കളയേണ്ട ആവശ്യമില്ല. എന്തുവാണെങ്കിലും നമ്മൾ ഇനിയും വീഡിയോ ചെയ്യണം. ആർക്കെങ്കിലും ഇങ്ങനെ എന്നെപ്പോലെ പബ്ലിക് വാച്ച് ടൈം കുറഞ്ഞവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പിന്നെ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവരും വാച്ച് ടൈം കുറവാണെന്നും പറഞ്ഞ് ആരും ഉപേക്ഷിക്കരുത്. ചാനൽ ആരും ഉപേക്ഷിക്കരുത്, ചെയ്യാതിരിക്കരുത്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലേ നമ്മളുടെ ചാനൽ മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു.